ഹലോ, ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ, 1 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് നാരങ്ങ നീര്, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് ഫിഷിനകത്തെല്ലാം കൂടി മസാല പുരട്ടി വെക്കുക. ഇത് നമുക്കൊരു 10-20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുപ്പിലോട്ട് ഞാൻ എന്തോ ഇത് വെള്ളം തിളപ്പിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഓയിലും കൂടി ഒഴിക്കണം. പിന്നെ ഞാൻ പട്ടായ, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അടുപ്പിലോട്ട് ഞാൻ ഫിഷ് ഫ്രൈ ആയാനും കൂടി വെച്ചിട്ടുണ്ട്. അത് ഷാഡോ ഫ്രൈ ആയാൽ മതി കേട്ടോ. അങ്ങനെ അരിയിട്ട് അത് തിളക്കി ഫിഷെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റുന്നത്. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഞാൻ ഒരു മിക്സിക്കകത്തിട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയുടെ പച്ചമണം മാറുമ്പോഴത്തേനും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി വഴറ്റുക. എന്നിട്ട് ഞാൻ 2 തക്കാളിയാണ് കേട്ടോ എടുക്കുന്നത്. 2 തക്കാളി നീളത്തിനരിഞ്ഞ് അതും ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇടുക. ഇത് നല്ലപോലെ വഴറ്റി കഴിയുമ്പോഴത്തേനും ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ, ഇതിന് പുളിയില്ലാത്ത തൈരാണ്. തൈരും അതിൻ്റെ കൂട്ടത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫിഷ് മസാലയാണ് കേട്ടോ ഇടുന്നത്. ഇതൊരു 2 സ്പൂൺ ഫിഷ് മസാലയാണ് ഞാൻ ഇടുന്നത്. അതിട്ട് നല്ലപോലെ ഇളക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. എനിക്ക് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി വെക്കുക. എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നായിട്ട് അതിൽ പറക്കി ഇടുകയാണ്. ഇട്ടിട്ട് അത് കൂട്ടി വെച്ചു. എന്നിട്ട് ഒരു പാത്രം വെച്ച് ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് അരി ഊറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് പുതിനയിലയും കുറച്ച് കരിയാപ്പിലയും കൂടി അതിൻ്റെ പുറത്ത് വിതറി ഇടുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ചോറ് ഓരോ ലെയറായിട്ട് അതിനകത്ത് ഇടുകയാണ് കേട്ടോ. ഇട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ്. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യണം. എൻ്റെ പൊന്നും, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബായ്.